സിയ അടിച്ച് പൊളിച്ചു സിയ. താങ്ക് യു സർ. ഈ പാട്ട് കേട്ടിട്ട് എനിക്ക് കേട്ടിട്ടും കണ്ടിട്ടും പറയാനുള്ള ഒരൊറ്റ കാര്യം, സിയ ഒരു ടാലൻറ്റഡ്, അതായത് ഒരാൾ ടാലൻറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ടൈപ്പ് ഒരു കണ്ടസ്റ്റൻ്റ് അല്ല. യു ആർ എ ബോൺ സ്റ്റാർ. താങ്ക് യു സർ. പിന്നെ സിയ ഈ പാട്ടിൽ എത്രമാത്രം സിയയ്ക്ക് അത് ഔട്ട്പുട്ട് തരാൻ പറ്റി, അതിന് വലിയൊരു പങ്ക് ഈ ഓർക്കസ്ട്രയ്ക്കുണ്ട്. ഫെൻറ്റാസ്റ്റിക് ജോബ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്പെഷ്യലി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സിയ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. കാരണം മിക്ക വാക്കിൻ്റെ ആ ഒരു എക്സ്പ്രഷനാണ് കാണിക്കുന്നത്. ആക്ഷൻസ് എല്ലാം ആ ലിറിക്സിന് കറക്റ്റായിട്ട് സിങ്ക് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആയിരുന്നു. അതുകൊണ്ട് വളരെ നല്ലൊരു വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അവസാനമൊക്കെ ആകുമ്പോഴേക്ക് ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്തിരുന്നു വോയിസിൽ. സിയ ഒരു ഹോൾ കോൺസേർട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നാൽ, ഏതെങ്കിലും ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പാട്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ക്രാക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് മൂന്നാമത്തെ പാട്ട് സ്റ്റാർട്ടിങ് തൊട്ട് ക്രാക്ക് വരും. ഇറ്റ് വിൽ ബി ഡേഞ്ചറസ് ഫോർ യു. അതുകൊണ്ട് യു ഹാവ് ടു ഡു സംതിങ്, യു ഹാവ് ടു വർക്ക് ഓൺ സംതിങ്. ബ്രെത്ത് കുറേ കൺട്രോൾ ഉണ്ട് ഇപ്പം. സ്റ്റിൽ എന്തെങ്കിലും ഒരു യോഗ കൈൻഡ് ഓഫ് അപ്രോച്ച് വേണം. ടു ഹാവ് യുവർ ബ്രെത്ത് മോർ അണ്ടർ കൺട്രോൾ. സിൻസ് യു ആർ എ വെരി ഹെവി പെർഫോമർ, ബ്രെത്ത് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഓവറോൾ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് സിയയുടെ സിംഗിങ്ങും വളരെ ഇഷ്ടപ്പെട്ടു. ആ പാട്ടിന് വേണ്ടുന്ന എല്ലാ ആ ഒരു ഡൈനാമിക്സും പാട്ടിലുണ്ടായിരുന്നു. ഓവറോൾ യു ആർ ജസ്റ്റ് ടു ഗുഡ്. താങ്ക് യു സർ. സിയ, ഞാൻ ദീപ പറഞ്ഞൊരു പോയിൻ്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, മോന് രണ്ടാമത്തെ നേരത്തെ പ്രാക്ടീസ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പാടിയപ്പോഴത്തേക്ക് വോയിസ് ഒത്തിരി സ്ട്രെയിൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ കുറേ പാട്ടൊക്കെ പാടി ഒരു ഷോ ഫുൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകും. അത് ഈ പവർ സിംഗിങ്ങിലുള്ള ഒരു പ്രധാന ഒരു പ്രോബ്ലമാണ്. തൊണ്ട അത്രമാത്രം ഫ്ലെക്സിബിൾ ആക്കി എടുക്കണം. ഒത്തിരി ഇങ്ങനത്തെ റേഞ്ചുള്ള സോങ്സ് കുറേ പാടുമ്പോഴത്തേക്ക് മാത്രമേ അത് മാറാൻ പറ്റൂ. കാര്യം ഇങ്ങനത്തെ ഒരു പാട്ട് 2-3 പാട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങ് തൊണ്ട അങ്ങ് കുഴയും. ആ ഒരു എഫക്റ്റാണ് മോൻ്റെ ഒരു സിംഗിങ്ങിൽ മോൻ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി ഇന്ന് നല്ലതായിരുന്നു. ആടിത്തിമിർത്തു, വളരെ നന്നായിട്ട് തോന്നിക്കൊള്ളാം. സിയ, ഇവർ രണ്ടുപേരും പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളത്, എന്ന് അടിച്ചു പൊളിച്ചു. നല്ല മൈക്ക് ബാലൻസ് ഉണ്ടായിരുന്നു, നല്ല പ്ലസൻ്റ് ആയിരുന്നു, വളരെ എനർജറ്റിക് ആയിട്ട് പാടി. പിന്നെ തമിഴ്, ദീപക് പറഞ്ഞ പോലെ തമിഴ് അർത്ഥം മനസ്സിലാക്കി പാടിയ ഒരാളെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇതുവരെ കണ്ടതിൽ. വെച്ചാൽ വളരെ കറക്റ്റായിട്ട് മീനിങ് കൺവേ ചെയ്യുന്ന മാതിരി തന്നെയായിരുന്നു ഡാൻസും എല്ലാം കൂടെ വളരെ നല്ലതായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ തേർഡ് ചരണത്തിൻ്റെ എൻഡായപ്പോൾ കുറച്ച് വോയിസ് സ്ട്രെയിൻ ആയതല്ലാതെ പിന്നെ ആ സഗരിക എന്ന് വരുന്നൊരു തക എന്ന് വരും, അവിടെ മാത്രം ചെറുതായിട്ടൊരു ശ്രുതിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു, ലോ നോട്ട്സ് വരുന്ന സ്ഥലത്ത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക, വോയിസ് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. സിയ, ഇപ്പം ഒരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വന്നതാണ്. ദർ സംതിങ് കോൾഡ് ഇപ്പം പാടുന്ന സമയത്ത് ത്രോട്ടിന് സ്ട്രെയിൻ കൊടുക്കാതെ സ്റ്റൊമക്കിന് സ്ട്രെയിൻ കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു വോയിസ് ഉണ്ട്. അത് കൂടുതൽ ട്രെയിനിങ് എടുക്കുക. പവർ സിംഗിങ് ട്രെയിനിങ്, നന്നായിട്ട് പവർ സിംഗിങ് പാടുന്ന ആൾക്കാരുടെ അടുത്ത് കൺസൾട്ട് ചെയ്താൽ അറിയാം. അങ്ങനെ ഒരു ഹെവി സിംഗിങ് ത്രൂ ഔട്ട് പാടേണ്ടി വരുമ്പം വോയിസ് ശരിക്കും നമ്മൾ അടിവയറ്റുന്നതാണ് വി ആർ ആക്ച്വലി ടേക്കിംഗ് ദ എനർജി. അപ്പോൾ ത്രോട്ടിന് അധികം സ്ട്രെയിൻ വരില്ല. ഈ ഒരു ഫുൾ കോൺസേർട്ട് പവർ സിംഗ് ചെയ്യുന്ന ആൾ ആ ഒരു ടെക്നീക്ക് ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ സിയ കൊണ്ടുവരുന്ന എല്ലാ പാട്ടും ഇപ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്, പവർ സിംഗിങ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ സിയ ഷുഡ് ഷ്യൂർലി ടേക്ക് ദാറ്റ് ഇൻടു അക്കൗണ്ട്. ഓക്കെ. വോയിസ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വോയിസ് തെറാപ്പി ചെയ്തിരുന്ന ആൾക്കാരോട് പോയി എന്ന് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും സ്ട്രെയിൻ ഇല്ലാണ്ട് എങ്ങനെ പാടാം എന്നുള്ളത് കേട്ടോ. അങ്ങനെ ആരെങ്കിലും കൺസൾട്ട് ചെയ്യണം കേട്ടോ, വെറുതെ സ്ട്രെയിൻ ചെയ്തിട്ട് ഇല്ലാണ്ടാക്കണ്ട കേട്ടോ. സിയ, ഒരു ഷേക്ക് ഹാൻഡ് തരുമോ പ്ലീസ്? സൂപ്പർ. ശരിക്കും ദീപകേട്ടൻ പറഞ്ഞ പോലെ ഒരു ട്രൂ പെർഫോമർ. ഭയങ്കരമായിട്ട് ഞങ്ങളെ എല്ലാവരും കയ്യിലെടുത്തു. എല്ലാ ആക്ഷൻസും എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഒട്ടും ഓവറായിരുന്നില്ല. കറക്റ്റ് മീനിങ്. ആക്ച്വലി സിയ ഇപ്പോൾ പാടിയപ്പോഴാണ് ഞാൻ അതിൻ്റെ വേർഡ്സൊക്കെ ശരിക്കും ശ്രദ്ധിക്കണതും ഇങ്ങനെയാണല്ലേ എന്നൊക്കെ മനസ്സിലാക്കണം. ശരിക്കും സിയ പാടിയപ്പോഴാണ്. സൂപ്പർ. എന്തായാലും സിയയുടെ കൂടെ ആരാ വന്നേക്കണേ ഇന്ന്? ഉമ്മയുടെ ഉമ്മ വന്നിട്ടുണ്ട്. നമസ്കാരം.
നമസ്കാരം. എന്താ പേര്? സൈനബ. സൈനബ. ശരി. സിയ കൊച്ചിലേ തൊട്ട് പാടുമായിരുന്നോ? സിയ കൊച്ചിലേ തൊട്ട് പാടും. ഞാനാ സിയാന ആദ്യമായിട്ട് പാടാൻ സ്റ്റേജിൽ കയറ്റിയത്. ആഹാ, ശരി. അപ്പൊ ഇന്നത്തെ എങ്ങനെയുണ്ടായിരുന്നു സിയയുടെ? എപ്പോഴും നല്ലതാണ്. ഇന്നും നന്നായി. എപ്പോഴും എനിക്ക് നന്നായിട്ട് തോന്നുമല്ലോ സ്വന്തം. അങ്ങനെയാണെങ്കിൽ സിയക്ക് 100-ൽ എത്ര മാർക്ക് കൊടുക്കും? അത് ഞാൻ പറയില്ല, അത് പറയാൻ ഞാൻ ഒരു ഉമ്മച്ചിയുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് എത്ര കൊടുക്കും? എന്തായാലും 80-ൽ കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നണം. അതെ, അതെന്തായാലും നോക്കാം. താങ്ക് യു ഉമ്മച്ചി, താങ്ക് യു. അപ്പൊ സിയക്ക് ഈ തകർപ്പൻ പെർഫോമൻസിന് എത്ര മാർക്ക് കിട്ടി നോക്കാം. ഉമ്മച്ചി പറഞ്ഞ പോലെ 80 above കിട്ടുമോ നമുക്ക് നോക്കാം. ചേച്ചി, ഔട്ട് ഓഫ് 40? 35. 35 ഔട്ട് ഓഫ് 40. ജാസേട്ടാ? കൊച്ചിയമ്മയ്ക്ക് എന്തായാലും 80-ന് മുകളിൽ മാർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 25 കൊടുക്കാം. 25 ഔട്ട് ഓഫ് 30. ദീപകേട്ടാ? എന്തായാലും കൊച്ചിയിലുമ്മ വന്നൊരു ദിവസമല്ലേ, എൻ്റെ മാർക്കും കൊച്ചിയിലുമ്മ തന്നെ ഒന്ന് പറഞ്ഞു എത്രയായിരിക്കും ഞാൻ കൊടുക്കുന്നത്? ഈ മാർക്ക് കൊച്ചിയിലുമ്മയാണ് ഇടുന്നെങ്കിൽ എത്ര കൊടുക്കും? പറഞ്ഞോ, എനിക്കറിയില്ല. പറ. എന്നാലും ഒരു ഗസ് പറ. നമ്മൾ രണ്ടുപേരിൽ ആരാണ് കുറവ് കൊടുക്കുന്നത്? മോനോട് ഞാൻ പറയാം. മോൻ പറഞ്ഞു. അതല്ല, എന്നാലും നോക്ക് ആരെ കൂടുതൽ ഇടുന്നെന്ന് അറിയാലോ. ഇപ്പം 30-ൽ എത്ര മാർക്ക് കൊടുക്കും? 27 മാർക്ക് കൊടുക്കാം. സിയ, ഈ കൊച്ചിയുമ്മേനെ ഇടക്കിടക്ക് കൊണ്ടുവരരുത്. 27-ഓ? ഒരു മാർക്ക് കുറവ് കൊടുക്കാം. 26. 26 ഔട്ട് ഓഫ് 30. സിയയുടെ ഈ തകർപ്പൻ പെർഫോമൻസ്, സെലിബ്രേഷൻ റൗണ്ടിലെ പെർഫോമൻസിന് സിയയ്ക്ക് ജഡ്ജസ് നൽകിയിരിക്കുന്നത് 86 മാർക്സ്.